എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ തപ്പി നടക്കുകയാണോ? അതോ നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? ഈ രണ്ടുപേരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പൊ ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ബിഗിനർ ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടും എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. വണ്ടർഷെയർ ഫിൽമോറ എന്നാണ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന്റെ പേര്. അപ്പൊ അതിന്റെ ഒരു ട്യൂട്ടോറിയലാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിന്റെ വീഡിയോന്റെ ലെങ്ത് 10 മിനിറ്റിൽ കൂടാൻ സാധ്യതയുണ്ട്. അതിനൊന്ന് ക്ഷമിക്കുക, കാരണം ഈ വീഡിയോ എഡിറ്റിംഗ് ഫുള്ളായിട്ട് പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വണ്ടർഷെയർ ഫിൽമോറ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ കാണാം. സെലക്ട് പ്രൊജക്ട് ആസ്പെക്ട് റേഷ്യോ, അതിൽ നമ്മൾ 16:9 ആണ് എടുക്കുന്നത്. അതിൽ 1:1 ഉണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ, അതുപോലെ 9:16 ഉണ്ട് സാധാരണ മൊബൈൽ ഫോണിന്റെ, അതുപോലെ 21:9 ഉണ്ട് ഒരു സിനിമയുടെ പോലെ വരുന്നത്. അപ്പൊ ഞാനിതിൽ 16:9 യൂട്യൂബിന്റെ വൈഡ് സ്ക്രീൻ റേഷ്യോ ആണ് എടുക്കുന്നത്. സോ ഇതിന്റെ സൈഡിൽ കാണാം പ്രൊജക്ട് ലൈബ്രറി. പ്രൊജക്ട് ലൈബ്രറി എന്ന് പറഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത പ്രൊജക്ട്സ് ഇതിലുണ്ടാവും. ഇത് ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോസ് ആണ്. സോ ഇതില് ന്യൂ പ്രൊജക്ട് ഉണ്ട്, ഓപ്പൺ പ്രൊജക്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ന്യൂ പ്രൊജക്ട് എടുക്കാം. ഇപ്പൊ പുതിയൊരു പ്രൊജക്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് വരിക. 3 വിൻഡോകൾ കാണാം. ഇത് ക്ലോസ് ചെയ്യാം. നമുക്ക് 3 വിൻഡോകൾ കാണാം. ഇവിടെയാണ് നമ്മുടെ പ്രൊജക്ട്സും അതുപോലെ ടൈറ്റിൽ, ട്രാൻസിഷൻ അതൊക്കെ വരിക. ഇവിടെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യണ ആ ക്ലിപ്പ്, ആ ലൈവ് ക്ലിപ്പ് ഇവിടെയാണ് വരിക. ഇവിടെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുക. ക്ലിപ്സ് എഡിറ്റ് ചെയ്യണത് ഇവിടെയാണ്. സോ ഇങ്ങനെയാണ് ഒരു വണ്ടർഷെയർ ഫിൽമോറയുടെ ഒരു സ്ക്രീൻ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇമ്പോർട്ട് മീഡിയ ഫയൽസ്, ഇമ്പോർട്ട് മീഡിയ ഫോൾഡർ, ഇമ്പോർട്ട് ഫ്രം എ ക്യാമറ ഓർ എ ഫോൺ, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോട്ടോ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഇമ്പോർട്ട് മീഡിയ ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. ഞാൻ എടുത്തു വെച്ച ഒരു വീഡിയോ ആണ്. അത് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം. ഇവിടെ വീഡിയോന്റെ ആ ഒരു ചിഹ്നം കാണാം, അവിടെയാണ് വീഡിയോസ് വരിക. അപ്പൊ ഞാൻ കീപ് പ്രൊജക്ട് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു. ഇവിടെ കാണാം ആ വീഡിയോ ഇവിടെ കാണാം. അതുപോലെ എഡിറ്റ് ചെയ്യണ ആ സെക്ഷനിൽ ആ വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് സൂം ചെയ്യണമെങ്കിൽ ഈ മുകളിലത്തെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ സൂം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ജസ്റ്റ് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് ഇങ്ങനെ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട് സൂം ടു ഫിറ്റ് ടൈം ലൈൻ. അപ്പൊ നമ്മൾ ആ ടൈം ലൈനിൽ സൂം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള, ആ സൗണ്ട് കൺട്രോൾ ചെയ്യാനുള്ള ആ ഓപ്ഷൻ ഇവിടെയാണുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അത് വരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കുറെ സംഭവങ്ങൾ കാണാം. അഡ്ജസ്റ്റ് ഓഡിയോ കാണാം, അതുപോലെ ഡിറ്റാച്ച് ഓഡിയോ കാണാം, മ്യൂട്ട് കാണാം. ഡിറ്റാച്ച് ഓഡിയോ എന്ന് പറഞ്ഞാൽ ഓഡിയോയും വീഡിയോയും, ഈ വീഡിയോന്റെ ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് താഴത്തോട്ട് വരും. ഓക്കെ, ഇങ്ങനെ വന്ന കാണാം. ഓഡിയോന്റെ ഇത് താഴത്തോട്ട് വന്ന കാണാം. ഞാൻ ജസ്റ്റ് ആ ഓഡിയോ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓഡിയോ ഡിലീറ്റ് ആയി. ഇപ്പോൾ ഇതിൽ ഓഡിയോ ഒന്നുമില്ല. ജസ്റ്റ് ഈ വീഡിയോന്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ വീഡിയോ എങ്ങനെ ട്രിം ചെയ്യാന്ന് കാണിച്ചു തരാം. ഈ വീഡിയോ ട്രിം ചെയ്യാനായിട്ട് നമുക്ക് ആ റെഡ് ലൈൻ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമുക്ക് ട്രിം ചെയ്യേണ്ട അവിടെ ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു സിസേഴ്സിന്റെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ആ പ്രോജക്റ്റ് ട്രിം ആയി. അപ്പൊ നമുക്ക് കാണാം 2 പാർട്ടായി കാണാം. 2 വീഡിയോ ആയി അത്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വേറെ ഓഡിയോ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ കുറച്ച് ഓഡിയോസ് ഉണ്ട്. ഫ്രീ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഓഡിയോസ് ഉണ്ട്. ഇവർ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ഓഡിയോസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് ഓഡിയോ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള ഒരു ഓഡിയോ നമുക്ക് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യാം. സോ ഇതാണ് ഓഡിയോ. ഓക്കെ, അത് ഇൻസെർട്ട് ചെയ്താൽ ഇവിടെ സൈഡിൽ ഓഡിയോന്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഓഡിയോ എഡിറ്റ് ചെയ്യുക. ഇനി ഓഡിയോ ആയാലും ഇതുപോലെ ട്രിം ചെയ്യണമെങ്കിൽ ട്രിം ചെയ്യാൻ പറ്റും. ഇങ്ങനെ ട്രിം ചെയ്താൽ ഇത് ഡിലീറ്റ് ചെയ്യാം. അതേ സെയിം പ്രോസസ്സ് തന്നെയാണ്. ഓഡിയോയും വീഡിയോയും ട്രിമ്മിങ് സെയിം ആണ്. സോ ഞാൻ ജസ്റ്റ് ഓഡിയോ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു
വീഡിയോ എഡിറ്റിങ്ങിന്റെ ഒരു ഇത് വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ടൈറ്റിൽ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ഇൻസെർട്ട് ചെയ്യാം. ടൈറ്റിൽ തന്നെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. കസ്റ്റം ഉണ്ട്, കസ്റ്റം അല്ല ഓപ്പണേഴ്സ് ഉണ്ട്, ടൈറ്റിൽസ് ഉണ്ട്, ലോവർ തേർഡ്സ് ഉണ്ട്, അതുപോലെ സബ് ടൈറ്റിൽസ് വേണമെങ്കിൽ കൊടുക്കാം. എൻഡ് ക്രെഡിറ്റ്സ് ഉണ്ട്, അതായത് ലാസ്റ്റ് സിനിമയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ താഴത്തേക്ക് ഈ ഡയറക്ടർ അതുപോലെ പ്രൊഡ്യൂസർ അതിൻ്റെയൊക്കെ പോണ പോലെയാണ് എൻഡ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ന്യൂ ടൈറ്റിൽസ് ഉണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക ഓപ്പണർ വെച്ച് കൊടുക്കാം. ഓപ്പണർ വെക്കാനായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും. ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, സെയിം പോലെ ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരും. സോ 2 ടെക്സ്റ്റാണ് ഇവിടെ ഉള്ളത്. അത് രണ്ടും ക്ലിക്ക് ചെയ്യാം. നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് PCM എഡിറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫോണ്ട് വേണമെങ്കിൽ മാറ്റാം. ഇവിടെ ഫോണ്ട് മാറ്റാനായിട്ട് അവിടെ ആ ഡൗൺ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഫോണ്ട് കുറേ ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫോണ്ട് മാറ്റുന്നുണ്ട്. അങ്ങനെ കുറേ ഫോണ്ട്സ് ഉണ്ട്. സൈസ് വേണമെങ്കിൽ നമുക്ക് കൂട്ടാൻ കുറയ്ക്കാം. ഇങ്ങനെ സൈസ് കൂട്ടാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട സൈസ് ഇങ്ങനെ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് 95 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആണെങ്കിൽ ഇറ്റാലിക്സ് ആക്കാം. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇതിലുണ്ട്. ടെക്സ്റ്റ് സ്റ്റൈൽ ഈ സൈഡിൽ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കുറെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റ് സ്റ്റൈൽ മാറും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വരുന്നത്. ഇനി ആ ടെക്സ്റ്റിന് അനിമേഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അതായത് എൻട്രി അനിമേഷൻ. ഓക്കെ, അത് വരണ കാണാം. ഇങ്ങനെ അനിമേഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. നമുക്ക് ഈ ടെക്സ്റ്റും ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഹലോ എന്ന് ജസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അനിമേഷൻ. ടെക്സ്റ്റ് സ്റ്റൈൽ മാറ്റിയ ഇങ്ങനെ ആവും. ഫോണ്ട് ജസ്റ്റ് മാറ്റുന്നുണ്ട്. ഓക്കെ, ഫോണ്ട് മാറി, എല്ലാം മാറി. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് അടുത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇത് രണ്ടും കൂടെ മേർജായി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ മേർജായി. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ട്രാൻസിഷൻസ് ആഡ് ചെയ്യാം. അതായത് ടൈറ്റിൽസിന്റെ അപ്പുറത്ത് ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കുറെ ട്രാൻസിഷൻസ് വരണ കാണാം. 3D ഉണ്ട്, റിപ്പിൾ ഉണ്ട്, സ്പീഡ് ബ്ലർ ഉണ്ട്, വാർപ്പ് ഉണ്ട്, അതുപോലെ കുറെ ട്രാൻസിഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സാധാ ട്രാൻസിഷൻ എടുക്കുന്നുണ്ട്. ബേസിക്കലി പോയിട്ട് ഫേഡ് എന്ന് പറഞ്ഞ ട്രാൻസിഷൻ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസെർട്ട് ചെയ്യുന്നുണ്ട്. അത് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. ഫേഡ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാൽ ഇതിന്റെ ഡ്യൂറേഷൻ വേണമെങ്കിൽ മാറ്റാം. ഞാൻ അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഡ്യൂറേഷൻ മാറ്റാൻ പറ്റും. ഞാൻ ജസ്റ്റ് 1 സെക്കൻഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ വരുന്നതാണ് ട്രാൻസിഷൻസ്. ഓക്കെ, ഞാൻ ട്രാൻസിഷൻ ഡിലീറ്റ് ചെയ്തിട്ട് വേറെ ട്രാൻസിഷൻ ആഡ് ചെയ്യാം. ഇതുപോലെ നല്ല ട്രാൻസിഷൻ ആഡ് ചെയ്യാം. ക്രോസ് റോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസിഷൻ ഉണ്ട്. അതും ഞാൻ ഡ്യൂറേഷൻ 1 സെക്കൻഡ് ആക്കുന്നുണ്ട്. ഓക്കെ, 1 സെക്കൻഡ് ആക്കി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, അങ്ങനെ കുറെ ട്രാൻസിഷൻസ് ഈ വണ്ടർഷെയർ ഫിൽമോറയിൽ ഉണ്ട്. ഇനി നമുക്കൊരു ടൈറ്റിലിൽ പോയിട്ട് ലോവർ തേർഡ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലുണ്ട്. അതായത് ഇവിടെ ഇൻസെർട്ട് ചെയ്താൽ ഇങ്ങനെ വരും. ഓക്കെ, ഹലോ ഗൈസ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും. അനിമേഷൻ ജസ്റ്റ് സിനിമ സ്റ്റൈൽ ആക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ തന്നെയാണ്, സെയിം പ്രോസസ് തന്നെയാണ് ടൈറ്റിൽസ് കൊടുക്കുന്നത്. സോ ഇങ്ങനെ കാണാം. ഇതുപോലെ ലോവർ തേർഡ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ടൈറ്റിൽസിന്റെ ട്രാൻസിഷൻസിന്റെയും ആ ഒരു ഇത്. ഇനി ഇതിലേക്ക് എഫക്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതായത് മൊസൈക്ക്, 70s, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെ കുറെ എഫക്റ്റ് ഉണ്ട്. ഞാനിപ്പോ ഓൾഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു എഫക്റ്റ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓൾഡ് വീഡിയോ. ഓക്കെ, ആ എഫക്റ്റ് ആഡ് ആയാൽ ഇവിടെ കാണാം പണ്ടത്തെ ആ വീഡിയോസ് പോലെ ആയിട്ടുണ്ട്. ഇനി ഈ വീഡിയോ ക്ലിക്ക് ചെയ്താൽ സൈഡിൽ പോയാൽ കളർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. വീഡിയോ ഡബിൾ ക്ലിക്ക് ചെയ്താൽ വീഡിയോന്റെ സൈഡിൽ പോയിട്ട് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കളറിൽ ത്രഷോൾഡ് ഉണ്ട്, വാല്യൂ ഉണ്ട്. വാല്യൂ വേണമെങ്കിൽ അത് ബ്രൈറ്റ്നെസ് പോലെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് വാല്യൂ. ഞാൻ ജസ്റ്റ് ആ എഫക്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ വാല്യൂ നമുക്ക് നോക്കാം. സാധാരണ പോലെ
അങ്ങനെ ഒരു വൈറ്റ് ലൈറ്റാണ് അതിൽ വരുന്നത്. ത്രഷോൾഡ് അത് അധികം ഒന്നും ഇതാവുന്നില്ല. കോൺട്രാസ്റ്റ് കൂടുക കുറയ്ക്കാം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ കോൺട്രാസ്റ്റ് കൂട്ടിയാൽ കുറച്ച് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. സാച്ചുറേഷൻ ജസ്റ്റ് ഒന്ന് കൂട്ടിയാൽ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ബ്രൈറ്റ്നെസ് ജസ്റ്റ് ഒന്ന് കൂട്ടിയാൽ അതൊരു കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന പോലെയുണ്ട്. ഓക്കെ, കൂൾ ഫിലിം അങ്ങനെ 3D ലട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ജസ്റ്റ് നണ്ണ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. ഞാൻ ബ്രൈറ്റ്നെസ് കുറച്ച് ചുരുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. ഇനി നമുക്ക് എലമെന്റ്സ് നോക്കാം. എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇമോജീസ് വരുന്നുണ്ട്. ഇമോജീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇമോജീസ് എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ വരും. ഓക്കെ, അത് ഇവിടെ സൈഡാക്കിയിട്ട് ചെറുതാക്കിയിട്ട് ഈ സൈഡിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ കുറച്ച് ഇമോജീസ് ഉണ്ട്. അതുപോലെ ലൈക്ക്, ഷെയർ, അതുപോലെ കുറേ ലൈൻസ് വരുന്നുണ്ട്. കാണാം, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതുപോലത്തെ ലൈൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നുണ്ടാവുക. ഓക്കെ, ലൈൻസ് വരുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് എലമെന്റ്സും അതിലുണ്ട്. ഇനി സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്. സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ 2 സ്ക്രീൻ ആക്കാം അതിനെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സ്പ്ലിറ്റ് സ്ക്രീൻ. 2 സ്ക്രീനിൽ ഓരോരോ വീഡിയോസ് കാണിക്കുന്ന പോലെയാണ് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവുക. ഇനി നമുക്ക് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ വെക്കാം. യൂട്യൂബിലത്തെ സബ്സ്ക്രൈബ് ബട്ടൺ അത് ഇമ്പോർട്ട് ചെയ്യാം. ഗ്രീൻ സ്ക്രീൻ സബ്സ്ക്രൈബ് അനിമേഷൻ ആണ്. ഓക്കെ, അത് ഇമ്പോർട്ട് ചെയ്താൽ ഇത് ഇവിടെ വരും. അതിൻ്റെ ഓഡിയോ നമുക്കൊന്ന് മ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതിനി ചെറുതാക്കിയിട്ട് ഏകദേശം ഇവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാം നമുക്ക്. ഇനി അതിൽ ക്രോമാ കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്താൽ തന്നെ അതിൻ്റെ കളറ് ഗ്രീൻ ആണ് അതിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുക. അത് ഓക്കെ അടിച്ചു കൊടുക്കാം. ഓക്കെ അടിച്ചു കൊടുത്താൽ ആ ഗ്രീൻ പോയ കാണാം. സോ അങ്ങനെയാണ് ഈ ഗ്രീൻ സ്ക്രീനിന്റെ ഒരു ഇത്. ക്രോമാ കീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെയാണ് ഇതിന്റെ ഒരു വണ്ടർഷെയർ ഫിൽമോറയുടെ ഒരു എഡിറ്റിംഗ്. ഇനി നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇമേജസ് ആഡ് ചെയ്യാം ഇതിലേക്ക്. ഇമേജസ് സ്മൂത്ത് ട്രാൻസിഷൻ വെച്ചിട്ട് സ്ലൈഡ് ഷോ പോലെ എഡിറ്റ് ചെയ്യാം. അതുപോലെ പ്രൊഫഷണൽ ആയിട്ട് സിനിമ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. സോ ബിഗിനറിനും എഡിറ്റ് ചെയ്യാം, പ്രൊഫഷണലിനും എഡിറ്റ് ചെയ്യാം. അതിന് പറ്റിയ ഒരു സോഫ്റ്റ്വെയർ ആണ് വണ്ടർഷെയർ ഫിൽമോറ. ഇപ്പോൾ PNG ഇമേജ് വന്നതാണ്. ഞാൻ ലാലേട്ടൻ്റെ ഒരു ഇമേജ് ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് എക്സ്പോർട്ടിങ്ങിലേക്ക് കടക്കാം. എക്സ്പോർട്ടിങ്ങിനായിട്ട് ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ റെസല്യൂഷൻസ് നമുക്ക് ഇതാക്കാൻ പറ്റും. ഞാൻ ക്വാളിറ്റി ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റെസല്യൂഷൻ ഞാൻ 1080p ആണ് കൊടുക്കുന്നത്. 1920 × 1080 അതാണ് 1080p. അതുപോലെ 4K ഉണ്ട്, 3840 × 2160 അതാണ് 4K അൾട്രാ HD. സോ ഞാൻ ജസ്റ്റ് 1920 × 1080 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓക്കെ അടിച്ചാൽ അത് എക്സ്പോർട്ട് ആവും. ഞാനിപ്പോൾ സേവ് ടു ഡെസ്ക്ടോപ്പ് ആണ്. അത് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ്സിലേക്കോ പിക്ചേഴ്സിലേക്കോ ഒക്കെ മാറ്റാൻ പറ്റും. ഡൗൺലോഡ്സ് ഡോക്യുമെന്റ്സിലേക്കൊക്കെ മാറ്റാൻ പറ്റും. ഞാൻ ഡെസ്ക്ടോപ്പ് ആണ് കൊടുക്കുന്നത്, സെലക്ട് ഫോൾഡർ. ഇനി എക്സ്പോർട്ട് ചെയ്താൽ ഇവിടെ കുറേ ഫോർമാറ്റുകളുണ്ട്. അതുപോലെ യൂട്യൂബ് ഇതിൽ നേരെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ടൈറ്റിൽ ഇവിടെ തന്നെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാൻ പറ്റും, ടാഗ്സ് ഇവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ അങ്ങനെ കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ലോക്കൽ എടുത്തിട്ട് MP4 ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്പോർട്ട് ആവാൻ കുറച്ച് സമയം എടുക്കും. ഇങ്ങനെയാണ് വണ്ടർഷെയർ ഫിൽമോറയുടെ വീഡിയോ എഡിറ്റിംഗ് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അത് ജസ്റ്റ് പ്ലേ ചെയ്യാം. ഇതിൽ സൗണ്ട് ഉണ്ടാവില്ല. സോ ഇങ്ങനെയാണ് വരുന്നത്. 28 സെക്കൻഡ്സ് ആണ്. സോ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ചെയ്ത ആ എലമെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ് അനിമേഷൻ വന്നു. സോ ഇത്രയാണ് നമ്മൾ എഡിറ്റ് ചെയ്ത PNG ഇമേജ് വന്നു.
സോ ഇങ്ങനെയാണ് വണ്ടർഷെയർ ഫിൽമോറയുടെ ഒരു എഡിറ്റിംഗ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെയാണ് വണ്ടർഷെയർ ഫിൽമോറ എന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഈസി ആയിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഭൂരിഭാഗം കാര്യങ്ങളും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ ഈ കഷ്ടപ്പാടിന് ഒരു ലൈക്ക് തരിക, പിന്നെ ഫ്രണ്ട്സിനായി നിങ്ങൾ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യുക. ആൻഡ് വൺ ലാസ്റ്റ് തിങ്, സബ്സ്ക്രൈബ് ടു PC Edits. താങ്ക് യു.